നാടിനെ എപ്പോൾ വിളിക്കുകയാണെങ്കിലും ചോദിക്കും ചോറുണ്ടോ ചോറുണ്ടോ എന്ന്. അപ്പം ഞാൻ പറയും ചോറുണ്ടിട്ടില്ല. സംഗതി അവർ ചോദിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചോ എന്നാണ് ചോദിക്കണേ. നമ്മുടെ നാട്ടിൽ 3 നേരം ചോറായതുകൊണ്ട് ചോറ് തന്നെ ഭക്ഷണം, ഭക്ഷണം തന്നെ ചോറ്. അപ്പോൾ ഞാൻ ഈ ചോറ് കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സംശയമാണ്, ഇവൻ എന്താണ് ഈ കഴിക്കണേ 3 നേരം. അവരുടെ സംശയം തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് കൊടുക്കാം. ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങൾ. ഇത് ടൊമാറ്റോ, ഡൈസ് ടൊമാറ്റോ കാനി മേടിക്കാൻ കിട്ടും. ഇത് ബീൻസ്, ഇത് മുട്ടയുടെ വെള്ള മാത്രമേ ഉള്ളൂ കേട്ടോ. മുട്ടയുടെ മറ്റേ ഉണ്ണി ഇപ്പോൾ കഴിക്കാറില്ല. വെറുതെ ഉള്ള ഫാറ്റ് കയറ്റാനുള്ള വെച്ചിട്ടാണ്. എണ്ണ ചൂടാക്കുന്നു. എണ്ണ ചൂടാക്കി വരുമ്പോൾ വെക്കേണ്ട സാധനമാണ് ഈ ടൊമാറ്റോ. ടൊമാറ്റോ ക്യാൻ പൊട്ടിക്കുന്നു. ഈ ടൊമാറ്റോ ക്യാൻ തന്നെ വേണമെന്നില്ല. ടൊമാറ്റോ നമുക്ക് ടൊമാറ്റോ ആയിട്ട് തന്നെ മേടിച്ചിട്ട് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ടൊമാറ്റോ ക്യാൻ മേടിച്ചുണ്ടാക്കിയതാണ്. നാട്ടിലൊക്കെ ഈ ടൊമാറ്റോ ക്യാൻ കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ ഇവിടെ ടൊമാറ്റോ ക്യാൻ കിട്ടും. എന്നിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ടൊമാറ്റോ ക്യാൻ മേടിച്ച് തിന്നാലും. ഈ മായ കൊണ്ട് മന്ത്രം എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനകത്ത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് അതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇത് വായിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ ഇതിന് എന്തൊക്കെയാണ് അതിനകത്ത് ഇട്ടേക്കണേന്ന് ഇത് ഉണ്ടാക്കുമ്പോഴത്തേനൊക്കെ. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ടൊമാറ്റോ അത്യാവശ്യം ഇങ്ങനെ വഴണ്ട് വരും. വഴറ്റുക എന്നാണ് തോന്നി പറയുന്ന പേര്. അതേപോലെ ഈ മുട്ടയുടെ വെള്ള വരുന്നുണ്ട്. മുട്ടയുടെ പൊട്ടിച്ച് വെള്ളം മാത്രമാക്കി വരുന്നതാണ്. ഇതിനകത്താണെങ്കിലും അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ടാവും. ഇതാണ് ഇൻഗ്രീഡിയൻസ് എഴുതിയേക്കണേ. ഇൻഗ്രീഡിയൻസിനകത്ത് എഗ് വൈറ്റ്സ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ എഗ് വൈറ്റ്സ് കഴിച്ചാൽ കിട്ടുന്ന ന്യൂട്രീഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്ന് കണ്ടാൽ അറിയാം ഈ ഫാറ്റ് ഉണ്ടല്ലോ, ഫാറ്റ് വളരെ കുറവാണ്, അല്ല സീറോ ആണ്. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് പിടിച്ചത്, ഈ എഗ് വൈറ്റ്സ് മാത്രം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മുട്ട മേടിച്ച് തട്ടിപ്പൊടിച്ച് ഒഴിച്ചാലും മതി. ചൂട് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു, ചൂട് കുറച്ചിടാം. എണ്ണ ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഇവിടെ ഒലിവ് ഓയിൽ കിട്ടും. ഒലിവ് ഓയിൽ ഉപയോഗിക്കണേ, മറ്റേ വെളിച്ചെണ്ണയല്ല. ഈ കഷ്ടപ്പാട് ഒന്നും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാനാണ്. കാർബോഹൈഡ്രേറ്റ് ആണ് വില്ലൻ എന്നാണ് ഇവിടെ നമ്മൾ ഡോക്ടർമാരുടെ പോയപ്പോൾ അതിനൊക്കെ മനസ്സിലായത്. പണ്ട് നമ്മൾ ഈ പാടത്ത് പണിക്ക് പോകുമ്പോൾ സമയത്ത് കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ പാടത്ത് പണിയല്ലല്ലോ. അപ്പോൾ കാലത്ത് തന്നെ കമ്പ്യൂട്ടറിന് മുന്നിൽ നോക്കിയിരിക്കുക. ഈ കാർബോഹൈഡ്രേറ്റ് മുഴുവൻ കഴിച്ച് വയറ് ചാടി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ മുട്ടയുടെ ഈ പാക്കറ്റ് ഇങ്ങനെ കുലുക്കി ഇതിനകത്തുനിന്ന് ഈ മുട്ടയുടെ വെള്ളം അങ്ങോട്ട് ഒഴിക്കാം. ഇതുപോലെ ഇരിക്കും. ഇത് ചൈനീസ് മുട്ടയെന്ന് ചോദിച്ചാൽ തെറ്റിയിരിക്കരുത്. ഇതിങ്ങനെയാണ് വരുന്നത്. കേജ് ഫ്രീ എഗ് വൈറ്റ്സ്. മറ്റേ USDA അംഗീകരിച്ച സാധനമൊക്കെ കേട്ടോ, ചുമ്മാ വരുന്നതല്ല. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതാണ് നമ്മുടെ ബ്ലാക്ക് ബീൻസ്. ഇതും ഇതുപോലെ നമുക്കൊന്നില്ലെങ്കിൽ ബീൻസ് പച്ചക്ക് മേടിക്കാം, അത് കഴിഞ്ഞിട്ട് ഒന്ന് വേവിച്ച് വയ്ക്കാം. അതല്ലാന്ന് പറഞ്ഞാൽ ഇതുപോലെ ക്യാനായിട്ടൊരു സാധനം കിട്ടും. എളുപ്പത്തിന് വേണ്ടിയിട്ട് ക്യാനാണ് മേടിച്ചേക്കണേ. ഇതിനകത്ത് ഇതുപോലെ ന്യൂട്രീഷൻ ഫാക്ടർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അവിടെ പോയി. ഇതിവിടെ ഇൻഗ്രീഡിയൻസ് എഴുതിയേക്കണത് ബ്ലാക്ക് ബീൻസ്, വാട്ടർ ആൻഡ് സോൾട്ട്, അത്രേ ഉള്ളൂ. എന്തായാലും അവിടെ 3 സാധനങ്ങളേ ഉള്ളൂ. ഇത് സാധാരണ ഈ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന ടീമുകൾ ഉപയോഗിക്കുന്ന ആളുണ്ട്. ക്യാമ്പിങ്ങിന് പോകുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, അപ്പോൾ ഇത് മേടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേനും കുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. നമ്മുടെ മുട്ട ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ നാട്ടിൽ മുട്ട ഇങ്ങനെ കൊത്തി പൊരിക്കില്ലേ, ആ മോഡലിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറുതായിട്ട് അടി പിടിച്ചല്ലോ. ചൂട് കുറച്ചും കൂടി മുളയ്ക്കായിരിക്കും നല്ലത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഈ മുട്ട ഇങ്ങനെ സെറ്റായി വരുമ്പോഴത്തേനും നമുക്ക് ഈ ബീൻസ് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ ബീൻസ് അങ്ങനെ പൊട്ടിക്കുന്നു. കുറച്ച് ബലം കൊടുക്കേണ്ടി വരും, എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടും സാധനങ്ങൾ. ഇതുപോലെ 1, 2, 3, 4 മതി. വേറെ കുറച്ച് ഇങ്ങനെ ഇരിക്കുന്ന സാധനം. ഇതിനകത്ത് വേറെ അങ്ങനെ ഉപ്പോ മുളകോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ആവശ്യമുള്ളവർക്ക് ഉപ്പ് മുളക് ഇട്ട് കഴിക്കാം. ഞാനിപ്പോൾ എന്തായാലും ഈ ബീൻസിലുള്ള ഉപ്പ് തന്നെ ധാരാളമായിട്ട് ഇരിക്കുക. ആദ്യം ഇങ്ങനെ ഉപ്പ് കുറച്ച് കുറയ്ക്കുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, പിന്നെ ശരിയായിക്കോളും. അതുപോലെ മുളകും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നാട്ടിൽ പോകുന്ന കാരണം മുളകിട്ട് കഴിച്ച് പഠിക്കേണ്ടി വരും ആദ്യം. ഈ മുളക് ഇടുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാണ്ടല്ലോ, നമുക്ക് ഈ ടേസ്റ്റ് മൊത്തം പോകും. പണ്ട് ഞാൻ ഇവിടെ അമേരിക്ക വന്ന സമയത്ത് ഇവിടെ ഓരോ ഫ്ലേവർ സാധനങ്ങൾ കിട്ടും, പക്ഷെ നമുക്ക് കഴിക്കുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നും. ഈ മുളക് കഴിക്കാതായതോട് കൂടിയിട്ട് പല പല ഫ്ലേവേഴ്സ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത സാധനം കഴിക്കാണ്ട്. അതിൻ്റെ പേരാണ് യോഗട്ട്. ഇതിൻ്റെ മെയിൻ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഈ പാലിൻ്റെ സാധനങ്ങൾ ഇന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാൽസ്യം കാര്യങ്ങളൊക്കെ നമുക്ക് സമീകൃതമായ ആഹാരമായിരിക്കണമല്ലോ. ഇതിനകത്തു നിന്നാണ് കാൽസ്യം വരുന്നതാണ് പറയുന്നത്. ഇതോടുകൂടി സാധനം കഴിഞ്ഞില്ല കേട്ടോ. ഈ ഇറച്ചി എന്തെങ്കിലും കഴിക്കണ്ടേ, പ്രോട്ടീൻ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം. സാധാരണ നമ്മൾ സോസേജ് അല്ലെങ്കിൽ ബേക്കൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ്. ഇപ്രാവശ്യം ഇത് പോർക്ക് ജെർക്കി. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇടിയിറച്ചി എന്നൊക്കെ പറയുന്നു. അതായത് ഈ ഇറച്ചി എടുത്തിട്ട് അതിങ്ങനെ ഡ്രൈ ആക്കി അതിനെന്തോണ്ടൊക്കെ ഫ്ലേവറൊക്കെ കൊടുത്തിട്ട് പാക്കറ്റൊക്കെ വരുന്ന സാധനമാണ്.
കൊറിയൻ ബാർബിക്യൂ റെസിപ്പി എന്ന വേണ്ടി ചോദിച്ചാണേ. എല്ലാം ഓൾ നാച്ചുറൽ അത്രേ. ഇവരെന്നാണ്ട് മറ്റേ പീരിയോഡിക് ടേബിൾ ഇല്ലാത്ത സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയാണെന്ന് തോന്നിയത്. ഓൾ നാച്ചുറൽ എന്നൊക്കെ പറയുമ്പോഴത്തേന് ഇതാണ് എൻ്റെ ഇൻഗ്രീഡിയൻസ്. കുറച്ച് സാധനങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളൊരു സ്ട്രിപ്പ് എടുക്കുന്നു, അതും കൂടെ ചേർത്ത് കഴിക്കുന്നു. ഇതാണ് ഇപ്പോൾ അതിൻ്റെ കിട്ടിയ കുറച്ച്. ഇത് മറ്റേ സിപ്പ് ലോക്ക്. അപ്പോൾ നമുക്ക് ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് മടക്കി വയ്ക്കാം. ഇതായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വിടുന്നതിൽ സുഖമില്ല. ഇളക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. എന്നാലും ഇങ്ങനെ കുക്ക് ചെയ്യാൻ നിൽക്കുകയാണല്ലോ, അപ്പോൾ എന്തായാലും ഇളക്കാം എന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഇത് ഓഫ് ചെയ്യാം. ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ എല്ലാം ഇതും കഴിക്കാൻ പോകുന്നു. പക്ഷേ നമ്മളെല്ലാം കഴിക്കുന്നില്ല. ഇത് കുറച്ച് നമുക്ക് ഉച്ചയ്ക്ക് എടുക്കാം. ഇത്ര മതി, പകുതി. അപ്പോൾ തീ കാണുന്നതാണ് കാലത്തെ ഭക്ഷണം. പോർക്ക് ചെറുക്കി, മുട്ടയും തക്കാളിയും ബീൻസും കൂടിയുള്ള ഒരു മിക്സ്, പിന്നെ യോഗട്ട്. സാധാരണ ഇതിന് കൂടുതൽ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാവുന്നതാണ്. പച്ചക്കറി അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ സാധനം സ്റ്റോക്കില്ല, അതുകൊണ്ടാണ്. ഈ സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായല്ലോ അല്ലേ, ഇത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടല്ല, ഇത് ന്യൂജേഴ്സിയിലത്തെ അപ്പാർട്ട്മെൻ്റ് ആണ്. വൺസ് അപ്പോൺ എ ടൈം കോവിഡിൻ്റെ സമയത്ത് ഫാമിലി നാട്ടിൽ പോയായിരുന്നു. അന്നേരം അവിടെ വിട്ടുപോയി അവർ. അന്നേരം പിന്നെ കിട്ടിയ ഒരു 1 year ബാച്ചലർ ലൈഫിൻ്റെ ഫുഡാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർ തിരിച്ചു വന്നപ്പോൾ വീണ്ടും കാര്യങ്ങളൊക്കെ പഴയപടിയായി. ചോറ് കൂടി, വയറ് ചാടി. ഇനിയിപ്പോൾ വരാൻ പോണ ജൂൺ ജൂലൈ മാസത്തിൽ വീണ്ടും ഇതുപോലൊരു ബാച്ചലർ ലൈഫ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഴയ ഓർമ്മകളൊന്ന് പൊടുതെറ്റിയെടുത്താണ് ഈ വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് ഉച്ചക്കാലത്തെ ഫുഡ് നോക്കാം. ഉച്ചക്കാലത്തെ ഫുഡ് ഭയങ്കര സിമ്പിൾ ആൻഡ് പവർഫുള്ളാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ആദ്യം തന്നെ കുറച്ച് ഇലയും പൂവും ഉള്ള സാധനം എടുക്കുന്നു. പിന്നെ ഇന്ന് പിന്നെ കുറച്ച് ചോറുണ്ട്. സാധാരണ ചോറുണ്ടാവാറില്ല. ചോറെടുക്കാം. ഒരു അവക്കാഡോ ഉണ്ട്. പകുതി അവക്കാഡോ നിന്ന് കഴിഞ്ഞാണ്. ഇതാണ് അവക്കാഡോ. പിന്നെ ചോറിന് കറിക്കായിട്ട് ഒരു കടല ഉപ്പേരി, പിന്നെ കുറച്ച് രസം. ഇത്രയും സാധനങ്ങളാണ് ഉച്ചക്കലിൻ്റെ പരിപാടി. ഈ സലാഡ് എന്ന് പറയുമ്പോഴത്തേനും ഇതൊക്കെയാണ് സാധനങ്ങൾ വരുന്നത്. ബ്രോക്കോളി, ബ്രസൽസ് സ്പ്രൗട്ട്സ്, കാബേജ്, കെയിൽ ആൻഡ് ചിക്കോറി വിത്ത് ഡ്രൈഡ് ക്രാൻബെറീസ്, റോസ്റ്റഡ് പംകിൻ സീഡ്സ്. ഈ ഡ്രൈഡ് ക്രാൻബെറിയും റോസ്റ്റഡ് പംകിൻ സീഡും ഓൾറെഡി കഴിഞ്ഞു. പിന്നെ ആ പോപ്പി സീഡ് ഡ്രസ്സിങ് കുറച്ച് ബാക്കിയുണ്ട്, അതും കൂടെ എടുക്കണം. ഇത്രയ്ക്കാണ് സാധനങ്ങൾ പറിച്ച് വെച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ നോക്കാം. പ്രിപ്പറേഷൻ ഭയങ്കര സിമ്പിളാണ്. ഇതിങ്ങനെ ഒരു സാധനം കിട്ടും, ഒരു മയണൈസ് പോലത്തെ സാധനമാണ് ഇത്. നമ്മൾ ഈ ഇലയും പൂവും കായൊക്കെ അതിൻ്റെ കൂടെ കുറച്ച് ഒഴിക്കുന്നു. അല്ലാണ്ട് പച്ചക്കാനും കഴിക്കാനാ. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ബാക്കി ഉണ്ടാകുന്ന പോപ്പി സൈഡ് ഇടുന്നു. പിന്നെ ഈ രസം എടുത്തിട്ട് വെറുതെ പുതിയ പ്ലേറ്റ് എടുത്ത് കഴുകാൻ സമയമില്ലാത്തതുകൊണ്ട് ഈ രസത്തിൻ്റെ കുറച്ച് ചോറിലോട് പുറത്തുന്നു. ഇത്ര മതിയായിരിക്കും. അത് വറുത്ത് കഴിഞ്ഞിട്ട് ഈ ചോറും ഈ കടലക്കൂട്ടാനും കൂടെ ഏറ്റവും നല്ല വൃത്തിഹീനമായ മൈക്രോവേവിൽ വയ്ക്കുന്നു. അത് എടുത്ത് 2 മിനിറ്റ് ഓടിക്കുന്നു. ആ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അവക്കാഡോ എടുക്കുക. അവക്കാഡോ എടുത്തിട്ട് ഇതാണ് കത്തി, ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതിങ്ങനെ ഊരി കളയാം. അത് കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് അവക്കാഡോടെ ഈ കാമ്പ് ഇങ്ങനെ കോരി എടുത്തിട്ട് അമ്മ തിന്നാം. ഇതിനൊരു മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ചൂടായിരുന്നതിനും കുറച്ച് ഫുഡ് കഴിക്കൽ കഴിയും. അവക്കാഡോ ഗുണഗണങ്ങളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അവക്കാഡോ തന്ദുരുസ്തികയിലെ ബഹുത്ത ചഹ എന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെ കഴിക്കാൻ ആദ്യം ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, പിന്നെ ശരിയായിക്കോളും. അവക്കാഡോ ഞാൻ ആദ്യം കഴിച്ചു തുടങ്ങിയത് കൊളസ്ട്രോളുമായിട്ടുള്ള ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. നല്ല കൊളസ്ട്രോൾ കുറഞ്ഞു പോയി ഇത്രയും. അങ്ങനെ ഒരു റേഷ്യോ നോക്കിയപ്പോഴത്തേനും എന്നെ മറ്റേ വൈദ്യശാസ്ത്രത്തിൻ്റെ അത്ഭുതമായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് അവക്കാഡോ കഴിച്ചു കഴിഞ്ഞാൽ ഈ നല്ല കൊളസ്ട്രോൾ കൂടുന്നത് കേട്ടത്. അത് കഴിച്ചു തുടങ്ങിയത്. ഇപ്പോൾ ഈ 2 സാധനങ്ങളും ഈ രസവും തിരിച്ച് ഫ്രിഡ്ജ് വയ്ക്കാം. അടുത്ത ആഴ്ചയല്ല, നാളെയും കൂടെ ഓടും. നമ്മുടെ സ്വാദിഷ്ടമായ കടലയുടെ ഉപ്പേരിയും രസം വിത്ത് ചോറും റെഡി ആയിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ കൂടെ വേണമെങ്കിൽ ഈ സലാഡും സാധനത്തിനെയും കൂടെ വെറുതെ 30 സെക്കൻഡ് വെച്ച് ഒന്ന് ചൂടാക്കാം. ഈ പച്ചക്ക് കഴിക്കുന്ന പറഞ്ഞാൽ വലിയ സുഖമുള്ള പരിപാടിയല്ല. അപ്പോൾ ഈ കാണുന്നതാണ് മെയിനായിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്ന ഫുഡ്. ഉച്ചയ്ക്ക് അവക്കാഡോ ഒരു പകുതി കഴിച്ചു കഴിഞ്ഞു. ഒരു സലാഡ്, കുറച്ച് ചോറും രസവും, പിന്നെ കടല ഉപ്പേരിയും. അടുത്തത് അത്താഴം. അത്താഴത്തിന് സാധാരണ എന്തെങ്കിലും ഇറച്ചി ആണ് പതിവ്. ഇന്നത്തെ മീനാണ് ഈ കാണുന്നത്. ഈ സാൽമൺ മീനിന്റെ ഒരു പീസാണ്. ഈ സാൽമൺ മീനിന്റെ ഒരു പീസ് എടുക്കുന്നു. പീസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. നാട്ടിലെ കണ്ണ പോലെ ചെറിയ കഷ്ണമല്ല. ഈ കഷ്ണം എടുത്തിട്ട് നേരെ ഇത് എയർ ഫ്രയർ എന്ന് പറയും. എയർ ഫ്രയറിന് ചുമ്മാ അതിൽ വെച്ചെടുക്കുന്നു. വേറെ ഉപ്പും വെള്ളമൊന്നും തേച്ചിട്ടില്ല, ചുമ്മാ പച്ചക്കുള്ള ഇറച്ചിയാ. പച്ചക്കുള്ള മീനിന്റെ പീസ് എടുത്തു വയ്ക്കുന്നു. നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ കുക്ക് ചെയ്യണത് 370 ഫാരൻഹീറ്റ് ആണ്. 370 ഫാരൻഹീറ്റിൽ 15 മിനിറ്റ്. ഇതിന്റെ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഓയിലൊന്നും വേണ്ട. നേരെ ഇതങ്ങോട്ട് വെക്കുക, പച്ചക്ക് വെക്കുക. അതങ്ങോട്ട് വെന്ത് വരുമ്പോൾ അതിന്റെ പുറത്ത് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടാന്നേ ഉള്ളൂ. ഞാൻ സാധാരണ അങ്ങനെ ഇടാറില്ല. പിന്നെ ഇത് കഴിയുമ്പോഴത്തേനും ബാക്കി കാണാം. ഇത് ശരിയായി വരട്ടെ, 15 മിനിറ്റ് എടുക്കും. അങ്ങനെ ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഈ സാധനം എടുത്തു നോക്കാം. ഇതിന്റെ ഇടയിൽ ഒന്ന് തിരിച്ചിടാൻ നന്നായിരിക്കും കേട്ടോ.
ഇങ്ങനെ 15 മിനിറ്റ് കഴിയുമ്പോൾ ഏറെക്കുറെ ഈ മോഡലിരിക്കും കാണാണ്ട് വിചാരിക്കുന്നു. ഇതുകൊണ്ട് മാത്രമായില്ല, മുകളിൽ കൂടെ കുറച്ചുകൂടി ഒരു പച്ചക്കറി ഇടാനുണ്ട്. അപ്പോൾ അതേ പച്ചക്കറി ഇടാൻ പോകണം ഇതിന് മുകളിൽ കൂടെ. സാധനം നല്ല ചൂടുണ്ടാവും. ഇതിപ്പോൾ ലെച്ചൂസ് ഉണ്ട്. ലെച്ചൂസ് തന്നെ പച്ചക്കറി ഇടുള്ളൂ. പിന്നെ കുറച്ച് ചീസ് കിടപ്പുണ്ട് അതിന് മുകളിൽ കാണുന്നെന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനെ ഒരു പിടി എടുത്തിട്ട് ഇങ്ങനെ സൈഡിൽ ഇടുന്നു, അത്ര തന്നെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ അത്താഴം. സാൽമൻ്റെ ഒരു പീസ്, പിന്നെ കുറച്ച് ലെച്ചൂസ്, പിന്നെ സൈഡിൽ കുറച്ച് ഈ ചീസുണ്ട്.